ചോദ്യം: അറഫ നോമ്പ് അനുഷ്ഠിച്ചാൽ കഴിഞ്ഞ ഒരു വർഷത്തെയും വരാനിരിക്കുന്ന ഒരു വർഷത്തെയും തെറ്റുകൾ പൊറുക്കപ്പെടുമെന്ന് ഹദീസ് ഉദ്ധരിച്ച് ഫുഖഹാവ് വിവരിച്ചിട്ടുണ്ടല്ലോ. ഇനി മുഹറം 9-ൻ്റെ നോമ്പ് ഒരു വർഷത്തെ തെറ്റുകളെ പൊറുപ്പിക്കും. 10-ൻ്റെ നോമ്പും അതുപോലെ പൊറുപ്പിക്കുമെന്ന് ഫുഖഹാവ് വിവരിച്ചല്ലോ. അതിന് ഇനി പൊറുക്കാൻ തെറ്റുകൾ എവിടെ? ഉത്തരം: പ്രസ്തുത സംശയത്തിന് ഫുഖഹാവ് മറുപടി പറഞ്ഞു തന്നിട്ടുണ്ട്. ഇമാം റംലി റളിയല്ലാഹു അൻഹു പ്രസ്താവിക്കുന്നു, തെറ്റുകൾ പൊറുപ്പിക്കുക എന്നതിന് രണ്ട് വ്യാഖ്യാനങ്ങളുണ്ട്. ഒന്ന്, പാപങ്ങൾ പുറത്തു കൊടുക്കൽ തന്നെ. രണ്ട്, പാപം വരാത്ത നിലയിൽ സംരക്ഷണം നൽകൽ. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ പാപങ്ങൾ എന്നതിന് ഒന്നാം വ്യാഖ്യാനവും വരാനിരിക്കുന്ന വർഷത്തെ പാപങ്ങൾ എന്നതിന് രണ്ടാം വ്യാഖ്യാനവും നൽകാം. പിന്നെ പാപം പൊറുക്കുക എന്ന് പറഞ്ഞത് അത് ഉണ്ടെങ്കിൽ മാത്രമാണ്. ഇല്ലെങ്കിൽ നന്മകൾ വർദ്ധിപ്പിക്കുമെന്നും വൻ ദോഷങ്ങളുടെ കുറ്റത്തിൽ നിന്ന് ലഘൂകരണം ചെയ്യപ്പെടുമെന്നുമാണ് ഉദ്ദേശം. അപ്പോൾ അറഫ നോമ്പ് അനുഷ്ഠിച്ചവന് 2 വർഷത്തെ പാപങ്ങൾ പൊറുക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ മുഹറത്തിലെ 9ഉം 10ഉം നോമ്പ് കൊണ്ട് അവന് അള്ളാഹു നന്മകൾ വർദ്ധിപ്പിക്കുകയും വൻ ദോഷം ഉണ്ടെങ്കിൽ അതിൻ്റെ കുറ്റം ലഘൂകരിക്കുകയും ചെയ്യും. ചോദ്യം: കാരണം കൂടാതെ ഫർള് നോമ്പ് ഖളാ ആക്കിയവൻ അത് ഖളാ വീട്ടും മുമ്പ് സുന്നത്ത് നോമ്പ് അനുഷ്ഠിക്കാമോ? അതിൻ്റെ വിധി: ഉത്തരം: അവൻ സുന്നത്ത് നോമ്പ് അനുഷ്ഠിക്കൽ ഹറാമാണ്. അവൻ ഫർള് നോമ്പ് ഖളാ വീട്ടുകയാണ് വേണ്ടത്. ഫർളിൻ്റെ നിയത്തോടൊപ്പം സുന്നത്ത് കരുതിയാൽ രണ്ടും ലഭിക്കും. നോമ്പ് ഖളാ ഉള്ളവർ അത് ആദ്യം വീട്ടുക. ചോദ്യം: 12 മാസങ്ങളിൽ ഷഹറുല്ലാഹ്, അള്ളാഹുവിൻ്റെ മാസം എന്ന പേരിൽ മുഹറം മാസം മാത്രമാണല്ലോ അറിയപ്പെടുന്നത്. മഹത്വത്തിൽ മുഹറം മാസത്തിനോട് സമാനമായതും അതിലേറെ മഹത്വമുള്ള റമളാനും ഉണ്ടല്ലോ. ഉത്തരം: ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു പ്രസ്തുത ചോദ്യത്തിന് തൻ്റെ ദീബാജിൽ ഇങ്ങനെ മറുപടി പറയുന്നു. മുഹറം എന്ന നാമം ഇസ്ലാം നൽകിയതാണ്. ജാഹിലിയ യുഗത്തിൽ ആ പേര് ഇല്ല. എന്നാൽ മറ്റു 11 മാസത്തിൻ്റെ പേരുകളും ജാഹിലിയ യുഗത്തിൽ തന്നെ ഉള്ളതാണ്. അത് ഇസ്ലാം അങ്ങനെ നിലനിർത്തിയതാണ്. അതേസമയം ജാഹിലിയ യുഗത്തിൽ മുഹറമിൻ്റെ പേര് സഫർ അവൽ എന്നും സഫറിൻ്റെ പേര് സഫർ ഥാനി എന്നുമായിരുന്നു. സഫർ അവൽ എന്ന പേര് ഒഴിവാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ നാമമാണ് ഷഹറുല്ലാഹിൽ മുഹറം എന്നത്. ചോദ്യം: 12 മാസങ്ങളിൽ അലിഫ് ലാം പ്രവേശിക്കുന്നത് മുഹറം എന്ന നാമത്തിൽ മാത്രമാണല്ലോ. അത് എന്തുകൊണ്ട്? ഉത്തരം: യുദ്ധം ഹറാമായിരുന്ന മാസം 4 ഉണ്ടായിരുന്നു. എന്നാൽ അവയിൽ പേരിൽ തന്നെ ഹറാമാക്കപ്പെട്ടത് എന്ന അർത്ഥം ഉള്ളത് മുഹറം മാത്രമാണ്. അതുകൊണ്ട് അലിഫ് ലാമിനെ പ്രവേശിപ്പിച്ചു. ചോദ്യം: മറ്റുള്ളവർക്ക് പകരം ഹജ്ജ് ചെയ്യുന്നതാണ് സ്വന്തത്തിനു വേണ്ടി സുന്നത്തായ ഹജ്ജ് ചെയ്യുന്നതിനേക്കാൾ പുണ്യമെന്ന് ചിലർ പറയുന്നു. വസ്തുതയെന്ത്? ഉത്തരം: ആ പറയപ്പെടുന്നത് ശരിയാണ്. ഇക്കാര്യം ഇമാം മുഹമ്മദ് ബിൻ സുലൈമാനുൽ ഖുർദി റളിയല്ലാഹു അൻഹു തൻ്റെ ഫത്ഹുൽ ഖദീർ എന്ന ഗ്രന്ഥത്തിൽ വിവരിച്ചിട്ടുണ്ട്. ഹജ്ജ് ചെയ്യാത്ത വ്യക്തികൾക്ക് പകരം സൗജന്യമായി ഹജ്ജ് ചെയ്യുന്നതാണ് സ്വന്തമായി സുന്നത്തായ ഹജ്ജ് ചെയ്യുന്നതിനേക്കാൾ മഹത്വമെന്നും ഒരുത്തൻ തൻ്റെ മാതാപിതാക്കൾക്ക് വേണ്ടി ഹജ്ജ് ചെയ്താൽ അതിന് 10 ഹജ്ജിൻ്റെ പുണ്യമുണ്ടെന്നും മാതാപിതാക്കളല്ലാത്ത മറ്റുള്ളവർക്കാണെങ്കിൽ 7 ഹജ്ജുകൾ രേഖപ്പെടുത്തുമെന്നും ഇമാം ഖുർദി റളിയല്ലാഹു അൻഹു തെളിവ് സഹിതം പ്രസ്തുത ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്.